എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര സ്വന്തമാക്കി ട്രോഫി ഉയർത്തിയതിനു പിന്നാലെ ക്യാപ്റ്റൻ KL രാഹുൽ വികാരാധീനനായി സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. വിരാട് കോഹ്ലിയെക്കുറിച്ചും രാഹുൽ നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കവരുന്നതായിരുന്നു. വിശാഖപട്ടണത്തെ വൈസാഖ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ 9 വിക്കറ്റിന്റെ വൻ വിജയമാണ് ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ 270 റൺസിൽ ഒതുക്കിയ ശേഷം ഇന്ത്യ വെറും 3 ബാറ്റ്സ്മാൻമാരെ മാത്രം ഉപയോഗിച്ച് വിജയലക്ഷ്യം മറികടന്നു. രോഹിത് ശർമ്മ, യുവതാരം യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി എന്നിവരുടെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. രോഹിതും ജയ്സ്വാളും ചേർന്ന് 155 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. പരമ്പരാ വിജയത്തിനു ശേഷം ട്രോഫി രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ചരണങ്ങളിൽ വെച്ചുകൊണ്ട് രാഹുൽ നടത്തിയ വൈകാരികമായ പ്രസ്താവനയിൽ രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രോഹിത് ഭായിയും വിരാട് ഭായിയും ചുമതലയേറ്റു, പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു, രാഹുൽ തുറന്നു പറഞ്ഞു. വിജയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച KL രാഹുലിന്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ഈ വിജയം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരിക്കും. രോഹിതും കോഹ്ലിയും ടീമിലേക്ക് മടങ്ങിയെത്തിയ പരമ്പരയാണിത്. എനിക്ക് ക്യാപ്റ്റൻസി ലഭിച്ചു. എല്ലാവരും കരുതിയിരുന്നത് എന്റെ തോളിൽ വലിയ ഭാരമുണ്ടെന്നാണ്. എന്നാൽ രോഹിത് ഭായിയും വിരാട് ഭായിയും പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ആദ്യ പന്ത് മുതൽ ആ ഭാരം തങ്ങളുടെ തോളിലേറ്റു. നിങ്ങൾ കണ്ടിരിക്കും, മൈതാനത്ത് കൂടുതൽ സമയവും ക്യാപ്റ്റൻസി ചെയ്തിരുന്നത് രോഹിത് ഭായി ആയിരുന്നു. ഏകദിനത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് സമാനതകളില്ലാത്തതാണ്. ഏകദിനത്തിൽ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു കളിക്കാരനെയും ക്യാപ്റ്റനെയും ഒരേ സമയം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ തീരുമാനത്തിലും ഞാൻ അദ്ദേഹത്തെ പങ്കാളിയാക്കിയിരുന്നു. ബൌളിംഗ്, ഫീൽഡിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും രോഹിത് ഭായിയുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ പകുതിയിലധികം സമയവും അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. അതിൽ തെറ്റുമില്ല. കാരണം രോഹിത് ശർമ്മയെ പോലെയുള്ള ഒരു താരം തോറ്റൊരു പരമ്പര പോലും ടൂർണമെന്റുകളോ ഫൈനലുകളോ പോലും വിജയിപ്പിക്കാൻ കഴിവുള്ളയാളാണ്. ഇത് ഒരു പരമ്പര മാത്രമാണ്, രാഹുൽ പറഞ്ഞു. കൂടാതെ കോഹ്ലിയുടെ പ്രകടനത്തെയും രാഹുൽ അഭിനന്ദിച്ചു. വിരാട് ഭായിയുടെ ബാറ്റിംഗ് ഈ പരമ്പരയിലുടനീളം ടീമിന് ഒരു പ്രത്യേക ആത്മവിശ്വാസം നൽകി. കുൽദീപ് യാദവിനെയും യശസ്വി ജയ്സ്വാളിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ വിരാട് ഭായ് ചെയ്തത് നമ്മുടെ ടീമിന്റെ കെട്ടുറപ്പും ഐക്യവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഞങ്ങൾ നേടുന്ന തുടർച്ചയായ 7ാം പരമ്പരയാണിത്. ഇത് അവസാനത്തേതായിരിക്കില്ല. രോഹിത് ഭായിക്കും കോഹ്ലി ഭായിക്കും ഒപ്പം ഇനിയും ലോകകപ്പ് നേടാനുണ്ട്, രാഹുൽ കൂട്ടിച്ചേർത്തു. തോൽവിക്ക് ശേഷം സംസാരിച്ച ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ തെംബ ഭവുമയും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു. 167 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ ഞങ്ങൾ ശക്തരായിരുന്നു. എന്നാൽ അതിനുശേഷമുണ്ടായ തകർച്ചയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിഴവായിരുന്നു. 300-320 റൺസ് നേടാനായിരുന്നെങ്കിൽ ലക്ഷ്യം പിന്തുടരുന്നത് ബുദ്ധിമുട്ടാകുമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയില്ല. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും യശസ്വി ജയ്സ്വാളിന്റെയും മികച്ച ക്യാച്ചുകൾ ഞങ്ങളുടെ സെറ്റ് ബാറ്റ്സ്മാൻമാരെ പുറത്താക്കി. ഇന്ത്യൻ ബൌളർമാരിൽ കുൽദീപ് യാദവാണ് ഈ മത്സരത്തിലെ ഹീറോ. അദ്ദേഹത്തിന്റെ വേരിയേഷനുകൾ ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി. 4 വിക്കറ്റ് എടുത്ത പ്രസിദ്ധ കൃഷ്ണ ഡെത്ത് ഓവറുകളിൽ അത്ഭുതങ്ങൾ കാണിച്ചു. ഇന്ത്യയുടെ ടീം സന്തുലിതമാണ്. മുന്നേറ്റനിര ശക്തവും മധ്യനിര സ്ഥിരതയുള്ളതും ബൌളിംഗ് അപകടകരവുമാണ്, ഭവുമ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് പറയുമ്പോൾ ഭവുമയുടെ കണ്ണു നിറഞ്ഞിരുന്നു. എന്തായാലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയും കോഹ്ലിയുടെ അനുഭവ സമ്പത്തും യശസ്വിയുടെ യുവത്വവുമാണ് ഇന്ത്യയെ 1ാം സ്ഥാനത്ത് നിർത്തുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് അനായാസം മനസ്സിലാക്കാം. ഈ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.